കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ വായനാഭാഗം പുറപ്പാട് 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാണ്. പുറപ്പാട് 4-ാം അധ്യായത്തിൽ മോശ ദൈവത്തിൻ്റെ വിളിയോട് സംശയത്തോടെയും ഭയത്തോടെയും പ്രതികരിക്കുന്നതായി കാണാം. ജനങ്ങൾ തൻ്റെ വാക്ക് വിശ്വസിക്കില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ദൈവം അവന് 3 അടയാളങ്ങൾ നൽകുന്നു. അവൻ്റെ കയ്യിലെ വടി പാമ്പായി മാറി വീണ്ടും കോലാകുന്നു. കൈ രോഗബാധിതമായി മാറി വീണ്ടും സുഖപ്പെടുന്നു. നൈൽ നദിയിലെ വെള്ളം രക്തമായി മാറുന്നു. എന്നിട്ടും മോശ തൻ്റെ സംസാരശേഷിയെക്കുറിച്ച് സംശയിക്കുന്നു. താൻ വാക്കു തടസ്സമുള്ളവനാണെന്ന് പറയുന്നു. ദൈവം അവനോട് വായുണ്ടാക്കിയതും താനാണെന്നും സംസാരിക്കാൻ സഹായിക്കുമെന്നും ഉറപ്പ് നൽകുന്നു. എന്നിട്ടും മോശ മറ്റൊരാളെ അയക്കണമെന്ന് അപേക്ഷിക്കുമ്പോൾ ദൈവം കോപിക്കുന്നു. എന്നാൽ സഹോദരനായ അഹരോനെ സഹായിയായി നിയോഗിക്കുന്നു. തുടർന്ന് മോശ യിത്രോയുടെ അനുമതി വാങ്ങി മിസ്രൈമിലേക്ക് മടങ്ങുന്നു. ദൈവം ഫറവോൻ്റെ മുമ്പിൽ അടയാളങ്ങൾ കാണിക്കണമെന്നും അവൻ ഹൃദയം കഠിനമാക്കുമെന്നും അറിയിക്കുന്നു. യാത്രയിൽ ഒരു ഗൗരവമായ സംഭവത്തിൽ ദൈവം മോശയെ നേരിടുന്നു. അപ്പോൾ സിപ്പോര പരിച്ഛേദന ചെയ്ത് അവനെ രക്ഷിക്കുന്നു. ശേഷം മോശയും അഹരോനും കൂടി ചേർന്ന് ഇസ്രായേൽ ജനങ്ങളുടെ മൂപ്പന്മാരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വാക്ക് അറിയിക്കുകയും അടയാളങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു. ജനങ്ങൾ വിശ്വസിക്കുകയും ദൈവം അവരുടെ കഷ്ടത കണ്ടുവെന്ന് തിരിച്ചറിഞ്ഞ് അവരെ ആരാധിക്കുകയും ചെയ്യുന്നു. ഈ അധ്യായം ദൈവത്തിൻ്റെ വിളിയും മനുഷ്യൻ്റെ ഭയവും തമ്മിലുള്ള ആഴത്തിലുള്ള സംഘർഷത്തെ തുറന്നു കാട്ടുന്നു. മോശയുടെ ഓരോ കാരണവും മനുഷ്യഹൃദയത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. ഭയം പലപ്പോഴും വിനയത്തിൻ്റെ രൂപത്തിൽ മറഞ്ഞിരിക്കും. ദൈവം മോശയുടെ ബലഹീനത നീക്കിയില്ല, പക്ഷേ അവനെ തൻ്റെ ശക്തിയിലേക്ക് തിരിച്ച് നയിച്ചു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മുടെ കഴിവുകളേക്കാൾ തൻ്റെ സാന്നിധ്യത്തിലാണ് ആശ്രയിക്കുന്നത്. വടി, കൈ, വെള്ളം ഇവ സാധാരണ വസ്തുക്കളാണ്. എന്നാൽ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവ അത്ഭുതകരമായ ഉപകരണങ്ങളായി മാറുന്നു. മോശയുടെ മടുപ്പ് ദൈവത്തിൻ്റെ കോപത്തിലേക്ക് നയിക്കുന്നത് ഒരു പ്രധാന സത്യം നമ്മെ കാണിക്കുന്നു. തുടർച്ചയായ മടുപ്പ് അനുസരണക്കേടായി മാറാം. അഹ്റോനെ സഹായിയായി നൽകിയത് ദൈവത്തിൻ്റെ കൃപയാണ്. എന്നാൽ ദൈവം തൻ്റെ വിളി മാറ്റുന്നില്ല. വഴിയിലെ സംഭവത്തിൽ ദൈവം മോശയെ നേരിടുന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വകാര്യ അനുസരണം ഇല്ലാതെ പൊതുസേവനം നിലനിൽക്കില്ല. ദൈവം പുറമേ ഉള്ള പ്രവർത്തനത്തെക്കാൾ ഉള്ളിലെ അനുസരണത്തെ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ദൈവവിളി നമ്മുടെ സൗകര്യങ്ങളെ തകർക്കും, പക്ഷേ അത് നമ്മുടെ ലക്ഷ്യത്തെ നിർവചിക്കും. ഇന്നത്തെ ജീവിതത്തിൽ പലരും മോശയെപ്പോലെ തന്നെ ദൈവത്തിൻ്റെ വിളിയിൽ നിന്ന് പിന്മാറുന്നു. എനിക്ക് കഴിയില്ല, ഞാൻ തയ്യാറല്ല, ഇതെൻ്റെ മേഖലയല്ല എന്നിങ്ങനെ പല കാരണങ്ങൾ നാം കണ്ടെത്തുന്നു. എന്നാൽ ദൈവം അന്വേഷിക്കുന്നത് കഴിവുള്ളവരെ അല്ല, സന്നദ്ധരായവരെയാണ്. നമ്മളുടെ കയ്യിൽ ഇതിനകം തന്നെ ദൈവം ഉപയോഗിക്കാവുന്ന കാര്യങ്ങളുണ്ടെങ്കിലും നാം അവയുടെ മൂല്യം തിരിച്ചറിയുന്നില്ല. പലപ്പോഴും നാം ദൈവത്തിൻ്റെ ശക്തിയേക്കാൾ നമ്മുടെ പരിമിതികളെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. മോശ വീണ്ടും വീണ്ടും ഉറപ്പ് തേടിയതുപോലെ നാം പലപ്പോഴും വ്യക്തതയ്ക്കായി കാത്തിരിക്കുമ്പോൾ അനുസരണം വൈകുന്നു. എന്നാൽ ദൈവം നമ്മോട് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കാണിക്കണമെന്നില്ല. അവൻ നമ്മെ വിശ്വാസത്തിലേക്ക് വിളിക്കുന്നു. മറ്റൊരു പ്രധാന സത്യം, വ്യക്തിപരമായ അനുസരണക്കേടുകൾ ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെ പോലും വൈകിപ്പിക്കാം. രഹസ്യ ജീവിതം ശരിയായില്ലെങ്കിൽ പൊതുജീവിതം നിലനിൽക്കില്ല. നീ ദൈവത്തിന് ലഭ്യമാകുമ്പോൾ ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ തുടങ്ങും. പുറപ്പാട് 5-ാം അധ്യായത്തിൽ മോശയും അഹരോനും ഫറവോൻ്റെ മുമ്പിലെത്തി ദൈവത്തിൻ്റെ കൽപ്പനയായ എൻ്റെ ജനത്തെ വിടുക എന്ന സന്ദേശം അറിയിക്കുന്നു. എന്നാൽ ഫറവോൻ ഈ ആവശ്യത്തെ നിരസിക്കുകയും യഹോവ ആരാണ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ജനങ്ങളെ വിടാൻ തയ്യാറാകാതെ അവൻ അവരുടെ ജോലിഭാരം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. മുമ്പ് ഇഷ്ടിക ഉണ്ടാക്കാൻ ആവശ്യമായ പുല്ല് നൽകുകയുണ്ടായിരുന്നുവെങ്കിലും ഇനി അവർ തന്നെ അത് ശേഖരിക്കണം. എന്നാൽ ഇഷ്ടികയുടെ എണ്ണം കുറയ്ക്കരുതെന്ന് കർശനമായി ഉത്തരവിടുന്നു. ഇതുകൊണ്ട് ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിൽപ്പെടുന്നു. അവർ ദേശമെങ്ങും ചിതറിപ്പോയി പുല്ല് ശേഖരിക്കാൻ ശ്രമിക്കുന്നു. നിശ്ചിത അളവ് പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ ഇസ്രായേൽ മേൽനോട്ടക്കാരെ അടിക്കപ്പെടുന്നു. അവർ ഫറവോനോട് പരാതി പറഞ്ഞിട്ടും മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. തുടർന്ന് അവർ മോശയെയും അഹരോനെയും കുറ്റപ്പെടുത്തുന്നു. അവരുടെ ഇടപെടലാണ് സ്ഥിതി കൂടുതൽ മോശമാക്കിയതെന്ന് പറയുന്നു. ഈ സാഹചര്യത്തിൽ മോശ ദൈവത്തോട് മടങ്ങി തൻ്റെ ആശയക്കുഴപ്പം തുറന്ന് പറയുന്നു. ദൈവം അയച്ചിട്ടും എന്തുകൊണ്ട് കഷ്ടത കൂടിയെന്ന് ചോദിച്ച് അവൻ തൻ്റെ മനസ്സിലുള്ള വേദന വെളിപ്പെടുത്തുന്നു.
ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് അനുസരണം എപ്പോഴും ഉടൻ ഫലം തരണമെന്നില്ല എന്ന സത്യമാണ്. മോശ ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചപ്പോൾ കാര്യങ്ങൾ മെച്ചപ്പെടേണ്ടതിന് പകരം കൂടുതൽ മോശമായി. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനം പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകളോട് ഒത്തുപോകില്ല. ഫറവോൻ ദൈവത്തിനെതിരായ ശക്തിയുടെ പ്രതീകമാണ്. അവൻ എളുപ്പത്തിൽ വഴങ്ങുന്നില്ല. ജോലിഭാരം വർദ്ധിച്ചതിലൂടെ ഒരു ആത്മീയ സത്യം കാണിക്കുന്നു. വിമോചനത്തിന് മുമ്പ് സമ്മർദ്ദം കൂടാം. ശത്രു തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതിന് മുമ്പ് അത് കൂടുതൽ ശക്തമാക്കും. ജനങ്ങളുടെ പ്രതികരണം വിശ്വാസത്തിൻ്റെ ദൗർബല്യത്തെ കാണിക്കുന്നു. പ്രതിസന്ധി വന്നാൽ പ്രതീക്ഷ പെട്ടെന്ന് തകരാം. മോശ ദൈവത്തോട് ചോദിച്ചതിലൂടെ ഒരു കാര്യം വ്യക്തമാക്കുന്നു: വിശ്വാസമുള്ളവർക്കും സംശയങ്ങൾ ഉണ്ടാകും. ദൈവം മൗനമാണെന്ന് തോന്നുമ്പോഴും അവൻ പ്രവർത്തിക്കുന്നു. താമസം ദൈവത്തിൻ്റെ നിഷേധമല്ല, അതവൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവം പ്രവർത്തിക്കുമ്പോൾ എല്ലാം എളുപ്പമാകണമെന്നില്ല, പക്ഷേ അത് ഉറപ്പായും അർത്ഥവത്തായിരിക്കും. ഇന്നത്തെ ലോകത്തിൽ പലരും ദൈവത്തെ അനുസരിച്ചാൽ എല്ലാം സുഖകരമാകുമെന്ന് കരുതുന്നു. എന്നാൽ ഈ അധ്യായം അത് തെറ്റാണെന്ന് വ്യക്തമാക്കുന്നു. ചിലപ്പോൾ ശരിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ വരാം. അത് ദൈവം വിട്ടുകളഞ്ഞു എന്നതിന് അടയാളമല്ല, അവൻ പ്രവർത്തിക്കുന്നു എന്നതിന് അടയാളമായിരിക്കാം. കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കാത്തപ്പോൾ നാം ദൈവത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും തുടങ്ങാം. എന്നാൽ ഈ സമയത്താണ് വിശ്വാസം ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത്. ഉടൻ ഫലം ലഭിക്കാത്തപ്പോൾ നാം പിന്മാറുന്നുണ്ടോ അല്ലെങ്കിൽ തുടർന്ന് നിൽക്കുന്നുണ്ടോ? ദൈവം പലപ്പോഴും പ്രക്രിയയിലൂടെ പ്രവർത്തിക്കുന്നു. ഉടൻ ഫലം നൽകാതെ അത് നമ്മുടെ ക്ഷമയും വിശ്വാസവും വളർത്താൻ സഹായിക്കുന്നു. കാര്യങ്ങൾ മോശമായപ്പോൾ പിന്മാറുന്നത് എളുപ്പമാണ്, തുടരുന്നത് വിശ്വാസമാണ്. പുറപ്പാട് 6-ാം അധ്യായത്തിൽ മോശയുടെ ചോദ്യം കേട്ട് ദൈവം വീണ്ടും അവനോട് സംസാരിക്കുന്നു. ഞാൻ യഹോവയാണ് എന്ന് പറഞ്ഞ് തൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുകയും പിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോട് ചെയ്ത നിയമത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ ജനങ്ങളുടെ നിലവിളി കേട്ടതായും അവരുടെ ദാസ്യതയിൽ നിന്ന് വിടുവിക്കുമെന്നും അവൻ ഉറപ്പ് നൽകുന്നു. ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും, രക്ഷിക്കും, വീണ്ടെടുക്കും, നിങ്ങളെ എൻ്റെ ജനമാക്കും എന്നിങ്ങനെ പല വാഗ്ദാനങ്ങളും അവൻ പ്രഖ്യാപിക്കുന്നു. കൂടാതെ അവരെ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകുമെന്നും പറയുന്നു. മോശ ഈ സന്ദേശം ജനങ്ങളോട് പറഞ്ഞെങ്കിലും അവരുടെ കഷ്ടതയും നിരാശയും കാരണം അവർ കേൾക്കാൻ തയ്യാറായില്ല. തുടർന്ന് വീണ്ടും മോശയോട് ഫറവോൻ്റെ അടുക്കൽ പോകാൻ കൽപ്പിക്കുന്നു. എന്നാൽ മോശ തൻ്റെ അയോഗ്യത വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു. ഈ അധ്യായത്തിൽ മോശയും അഹരോനും ഉൾപ്പെടുന്ന വംശാവലി രേഖപ്പെടുത്തുകയും അവരുടെ ദൈവിക ദൗത്യത്തെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഈ അധ്യായം ദൈവത്തിൻ്റെ സ്വഭാവത്തെയും അവൻ്റെ വാഗ്ദാനങ്ങളുടെ ഉറപ്പിനെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ യഹോവയാണ് എന്ന പ്രഖ്യാപനം ദൈവത്തിൻ്റെ സ്ഥിരതയും മാറ്റമില്ലാത്ത സ്വഭാവവും വെളിപ്പെടുത്തുന്നു. ദൈവം ഞാൻ ചെയ്യും എന്ന് ആവർത്തിച്ച് പറയുന്നത് രക്ഷ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് കാണിക്കുന്നു. മനുഷ്യരുടെ പ്രതികരണമല്ല, ദൈവത്തിൻ്റെ വിശ്വാസ്യതയാണ് പ്രധാനപ്പെട്ടത്. ജനങ്ങൾ കേൾക്കാത്തത് അവരുടെ വേദനയുടെ ആഴം കാണിക്കുന്നു. കഷ്ടതകൾ ആത്മീയമായി കേൾക്കാനുള്ള ശേഷിയെപ്പോലും കുറയ്ക്കാം. എന്നാൽ ദൈവം അവരുടെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കി തൻ്റെ വാഗ്ദാനം മാറ്റുന്നില്ല. വംശാവലി ദൈവം ചരിത്രത്തിലൂടെ പ്രവർത്തിക്കുന്നുവെന്ന് കാണിക്കുന്നു. അവൻ്റെ പദ്ധതി തലമുറകളിലൂടെ നീളുന്നു. മോശയുടെ സംശയം തുടരുന്നത് നമ്മെ പഠിപ്പിക്കുന്നത് ആത്മീയ വളർച്ച ഒരു പ്രക്രിയയാണ് എന്നതാണ്. ദൈവം ക്ഷമയോടെ നമ്മെ രൂപപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മുടെ ബലഹീനതകളാൽ മാറ്റപ്പെടുന്നില്ല. ഇന്നത്തെ ജീവിതത്തിൽ പലരും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ ബുദ്ധിമുട്ടുന്നു. പ്രശ്നങ്ങൾ കൂടുമ്പോൾ വിശ്വാസം ക്ഷയിക്കുന്നു. വേദനയും സമ്മർദ്ദവും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനുള്ള മനസ്സിനെ മങ്ങലാക്കും. എന്നാൽ സത്യം, ദൈവത്തിൻ്റെ വാക്ക് നമ്മുടെ വികാരങ്ങളെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. നാം പലപ്പോഴും എനിക്ക് തോന്നുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി തീരുമാനിക്കുന്നു, ദൈവം പറഞ്ഞത് എന്നതിനെ അല്ല. ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ അവൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കണം, സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. നമ്മുടെ അയോഗ്യത ദൈവത്തിൻ്റെ പദ്ധതിയെ തടയില്ല. അവൻ നമ്മെ ഉപയോഗിക്കുന്നത് നമ്മുടെ ശക്തിക്കല്ല, അവൻ്റെ കൃപയ്ക്കാണ്. നിൻ്റെ മനസ്സ് ക്ഷീണിച്ചാലും ദൈവത്തിൻ്റെ വാക്ക് നിലനിൽക്കും. ഞാൻ എൻ്റെ ഭയങ്ങളും കാരണങ്ങളും കൊണ്ട് ദൈവത്തിൻ്റെ വിളിയെ വൈകിപ്പിക്കുന്നുണ്ടോ? കാര്യങ്ങൾ ഉടൻ മെച്ചപ്പെടാത്തപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ പ്രക്രിയയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.